ഇന്ന് ഞാൻ വീടിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വീട് പണിയൊക്കെ എവിടെ വരെ ആയി, എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയ എങ്ങനെയാണുള്ളത്, ഇവിടെയുള്ള രണ്ട് കൗണ്ടർ ടോപ്പും നമ്മുടെ പഴയ കിച്ചണിൻ്റെ രണ്ട് കൗണ്ടർ ടോപ്പും ഇപ്പം എടുത്ത് മാറ്റും. കാരണം ഇത് വാർപ്പായതുകൊണ്ട് നമ്മളിപ്പോൾ എടുക്കുന്ന കിച്ചണിലേക്ക് ഇത് തന്നെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലുള്ള ഈ ടൈലും ഒക്കെ പൊട്ടിക്കും, എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു വെക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഇതുപോലെ വാർത്ത് കൊടുത്തിട്ടുണ്ട്, ബീം വാർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പില്ലറും വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു തൂണ് എന്തായാലും ആവശ്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടതിന്. അതുകൊണ്ട് തന്നെ ഒരു തൂണ് സെൻട്രലായിട്ട് ഇങ്ങനെ വരും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കട്ടിങ് വരുന്നത് കാണുന്നില്ല, അവിടെ ഒരു പകുതി ഭാഗം മാത്രമായിട്ടാണ് നമ്മുടെ ബീം കൊടുത്തിട്ടുള്ളത്. കാരണം മുകളിൽ വാർപ്പുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വിചാരിച്ചതുപോലെ അതിൻ്റെ അകത്ത് ബീം വാർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാവുന്നത് പോലെ ആ ഒരു ഭാഗം കവർ ചെയ്ത് പകുതി ഭാഗത്തായിട്ടാണ് ബീം വാർത്തിട്ടുള്ളത്. ബാക്കി ഭാഗത്തേക്ക് ഇനി ഇഷ്ടിക കൊണ്ട് കവർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ ഏരിയയിലും ഇതുപോലെ ജാക്കി വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ വീടിന് കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് കവറായിട്ടുണ്ട്. അത് ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനലും അതുപോലെ തന്നെ ഡോറിൻ്റെ പടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡോറിൻ്റെ പടി നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി ഉണ്ടായത് ഇപ്പുറത്തേക്ക് മാറ്റിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജനലും അതും ഈ ഡോറിൻ്റെ കൂടെ തന്നെ ഉണ്ടായതാണ്. ഇപ്പറുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിച്ചതാണ്, സെയിം മോഡൽ തന്നെ. അതുപോലെ ഈ ഒരു ഭാഗത്ത് പറുകോളയും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു പറുകോളൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുന്ന രണ്ട് ജനലും രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കിട്ടൽ. ഒന്നുണ്ടാവൽ നമ്മുടെ ലിവിങ് ഏരിയയിലും, മറ്റേതുണ്ടാവൽ നമ്മൾ ഉമ്മാൻ്റെ റൂമിലായിരിക്കും. നമ്മളിപ്പോൾ പുതുതായിട്ട് എടുക്കുന്ന ആ ഒരു കിച്ചൺ മാറ്റിയിട്ട് എടുക്കുന്ന ആ ഒരു റൂമിലാണ് ഒരു ജനൽ ഉണ്ടാവൽ. പുറമേ നിന്ന് കാണുമ്പം ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് കോർണറിലായിട്ട് രണ്ട് ജനൽ കാണും. ഇവിടെയും പറുകോള വരും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ഇതുപോലെ അടിച്ചു കൊടുക്കും. ഇത് നമ്മുടെ സ്റ്റോർ റൂമായിരുന്നു. അതിലൂടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റൂമിലേക്ക് വരുത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ചതേ ഉള്ളൂ. ബാക്കി ഒരുപാട് പണികൾ പെൻഡിങ്ങിലുണ്ട്. അതുപോലെ ഇവിടെയും ഒരു പില്ലർ വരും. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ വീടിനത് മോശമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇരുമ്പിൻ്റെതോ എന്തിൻ്റെയൊക്കെ ഒരു കമ്പി വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ കിച്ചൺ, പഴയ കിച്ചൺ ഒന്ന് പുതുക്കിയിട്ട് ഒരു റൂം ആക്കണത്. പണികളൊക്കെ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇവിടെ ഒരു ജനലുണ്ട്. അതുപോലെ തന്നെ അവിടെ ടോപ്പിൻ്റെ ആ ഭാഗത്തുള്ള ടൈലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ കുറച്ച് പണികളുണ്ട്. ബാത്റൂം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ടോയ്ലറ്റും ബാത്റൂമും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് എൻ്റെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം വേറെ എവിടെയും ടാപ്പും പ്ലഗും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ താൽക്കാലികമായിട്ട് സെറ്റാക്കി കൊടുത്തതാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ ഇന്നും പണികളൊക്കെ ബാക്കിയുണ്ട് അത്രേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിച്ചണിലുള്ള അടുപ്പിൻ്റെ പുക പോകുന്ന സ്ഥലമുണ്ടല്ലോ, ചിമ്മിണി സ്ഥലം, ആ ഒരു ഭാഗം ഇനി ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവിടെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ പണികളൊക്കെ ഇവിടെ ഉണ്ട്. കിച്ചണിൻ്റെ ഭാഗം, അതായത് കിച്ചൺ മാറ്റി റൂമാക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ പുതുതായി എടുക്കുന്ന കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ഇവിടുത്തെ പണിയൊക്കെ ഓൾറെഡി അന്നേ കഴിഞ്ഞതാണ്, ഈ ഒരു ഏരിയയിലുള്ള പണികൾ. അപ്പം ഉള്ളിൽ ഇനിയിപ്പോൾ തേക്കലും കട്ടലൊക്കെയാണ് പണികൾ ബാക്കിയുള്ളത്. നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിലുള്ള ഈ ഒരു പണികളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇവിടെ ഡോറിന് വേണ്ട പടിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്.
ആ ഒരു ആർച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ കല്ല് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ജനലിനൊക്കെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യൽ. പിന്നെ എന്താ പറയുക, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഈ ഒരു കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 2 പാർട്ടീഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കല്ലും കൂടെ വെച്ചിട്ട് ഒരു ഹൈറ്റും കൂടെ ഉണ്ടാക്കും. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യേണ്ടത്. ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വരും. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു തട്ട് വാർപ്പ് സംഭവം ഇവിടെ എടുത്തു വെക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്ന്, ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാർത്ത് വെച്ചിട്ടുണ്ട്. അത് സിങ്ക് ഏരിയ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിങ്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ വാർക്കാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഒന്ന് ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ടും കൊടുക്കും. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു കിച്ചൺ. ഇനി പരിപാടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. നിലമൊക്കെ നല്ല പോലെ തന്നെ അവർ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടിക കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര വരെ ആയി. ഇനിയിപ്പോൾ 2 ഭാഗത്തായിട്ടും നമ്മൾ ഗ്രിൽസ് കൊടുക്കുന്നുണ്ട്. ഒന്നപ്പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള രീതിയിൽ. ഇനി ഇൻഷാ അല്ലാഹ് വീടിൻ്റെ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.